ഒന്നുമില്ല, അതായത് സ്വർണം പണയം വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം എത്ര മാസമായി? ഒരു 7.5 മാസമായി. 1 ലക്ഷം റുപ്യാണ്. 1 ലക്ഷം രൂപയ്ക്ക് സ്വർണം പണയം വെച്ചിട്ട് ഏകദേശം ഒരു 10-15,000 രൂപ പലിശ വരുന്നുണ്ട്. പിന്നെ ഇതേ 2 എണ്ണം, ഒരെണ്ണത്തിൽ ഇതേ 15,000 രൂപ, പിന്നെ ഒന്നിൽ 1 ലക്ഷം രൂപ സ്വർണ്ണമാണ് പണയം വെച്ചിട്ടുള്ളത്. പിന്നെ പലിശ അടച്ചില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും പണി പോകും. അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവർ ഫോൺ വിളിച്ചിട്ട് പലിശ എത്രയും പെട്ടെന്ന് അടയ്ക്കുന്നതാണ് പറയുന്നത്. കുറച്ച് പൈസ എന്തായാലും ഇതിന് വേണം. അതങ്ങനെ ആലോചിച്ചിരിക്കുന്നു, ചെയ്യാൻ ഇപ്പോൾ എടുത്തില്ല. അടുത്ത ആഴ്ച ഒരു കല്യാണം ഉണ്ട്, വേണ്ടപ്പെട്ടവരാണ്. എന്തെങ്കിലും കൊടുക്കുന്നൊക്കെ. കല്യാണം എന്ന് പറയുന്നത് ഇപ്പോൾ അതിന് കാശ് വേണ്ടേ? ഒന്നാമത് നമ്മൾ തല നന്നായിട്ടിരിക്കുന്നത്, കാരണം വെച്ചാൽ ഇതിന് തന്നെ ഒന്നില്ല. പിന്നെ ഈ സ്വർണ്ണം കണ്ടില്ല എന്ന് വയ്ക്കണം. ഇതെന്ന് പറഞ്ഞാൽ ഒരു ചെതല് പോലെയാണ്. ചെതിലിങ്ങനെ പടർന്ന് പന്തലിക്കുന്ന പോലെയാണ് ഈ സ്വർണത്തിൻ്റെ കാര്യം. പണയം വയ്ക്കുന്നതോറും നമ്മളത് പലിശ അടച്ചില്ല എന്നുണ്ടെങ്കിൽ ആ പലിശ കയറി അതിങ്ങനെ നമ്മളെ തിന്നുകൊണ്ടിരിക്കും, ചെതിൽ തിന്നുന്നത് പോലെ. ഇനി നമ്മൾ കുറച്ച് പൈസ അടയ്ക്കാൻ പോയാലും വീണ്ടും നമ്മളിപ്പോൾ ഒരു 10,000 രൂപ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ 5,000 കൊടുത്താൽ ആ 5,000 അപ്പോഴും ഇതിൽ കയറി പിടിക്കും. അങ്ങനെ ചെതിൽ പോലെ പടർന്ന് പന്തലിക്കുന്ന ഒരു സംഭവമാണ് ഇത്. ഇതന്നെ ആലോചിച്ച് തലമുണ്ടാക്കിയിട്ട് ഞാൻ ഇരിക്കുന്നു. ഇനിയിപ്പോൾ കല്യാണത്തിനിപ്പോൾ പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കല്യാണത്തിന് പോയ ഒരു 15,000 പോരെ, അത് തമിഴ്മാരടുത്ത് എടുക്കുക. തമിഴന്മാർ എടുക്കാന്ന് പറഞ്ഞാൽ എത്ര തമിഴന്മാരുണ്ട്? അതായത് ഒരു തിങ്കളാഴ്ചക്കാരൻ്റെ നമുക്ക് എടുത്തുണ്ട്. പിന്നെ ചൊവ്വാഴ്ച നമുക്ക് പിന്നെ ഓൾറെഡി അടവാണ്, അത് ഈ SKS പോലത്തെ അടവ്. പിന്നെ ബുധനാഴ്ച അതും ഒരു ശ്രീശക്തിയുടെ അടവുണ്ട്. പിന്നെ വ്യാഴാഴ്ചക്കാരനൊരു തമിഴനുണ്ട്, ചെട്ടിക്കാരനുണ്ട്. വെള്ളിയാഴ്ചക്കാരനുണ്ട്. ശനിയാഴ്ച 2 പേരുണ്ട്. എല്ലാവരെയും നിർത്തും. ഇനിയിപ്പോൾ വേറെ തമിഴന്മാരിൽ നിന്ന് അല്ലെങ്കിൽ വേറെ ആൾക്കാരെ നിർത്താന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കണ കേസല്ല. അപ്പോൾ പിന്നെ നോക്കട്ടെ, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. പൈസ അല്ലേ ഉണ്ടാക്കിയിട്ട് കല്യാണം നമുക്ക് എന്തെങ്കിലും കൂടാം. ആ പൊക്കോ. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ PTA ഫണ്ടിന്റെയും പുസ്തകത്തിനും യൂണിഫോമിന്റെ കാശൊക്കെ, അതില്ലാണ്ട് പോകാൻ പറ്റില്ല. ഞാൻ മാത്രമേ കൊടുക്കാത്തുള്ളൂ. അതിനിപ്പോൾ എത്ര രൂപ വരും? PTA ഫണ്ട് എത്രയാ? 750 രൂപ. PTA ഫണ്ടിന് 750 രൂപ. യൂണിഫോമോ? 650 രൂപ. പുസ്തകത്തിന് എത്ര വരും? ഒരു 500 രൂപയാവും. മൊത്തത്തിലൊരു 1,200, 1,350, 2,000 റുപ്യ നിനക്ക് തന്നെ വേണം. അവനൊന്നും കൊണ്ടാണ്ട് പോയാലോ? അവനിതിൻ്റെ ഒന്നും ആവശ്യമില്ലേ? എനിക്കറിയില്ല. ഇന്ന് തൽക്കാലം നീ സ്കൂളിൽ പോ, ഞാൻ ടീച്ചറെ വിളിച്ച് പറയാം. അതുപോലെ അതൊന്നും പറ്റില്ല. ഇന്ന് ലാസ്റ്റത്തെ ദിവസമാണ് ടീച്ചർ പറഞ്ഞു. ഇന്ന് കൊണ്ടുപോകാണ്ട് പോകാനും പറ്റില്ല. ടീച്ചറിന്റെ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ച് പറയാം, അല്ലെങ്കിൽ ഗൂഗിൾ പേ അയക്കാന്ന് പറയും. 2 ദിവസത്തിനകം ഗൂഗിൾ പേയിൽ ഞാൻ അയച്ചുതരാന്ന് പറയും. സ്കൂളിൽ പഠിപ്പ് മുടക്കാൻ പാടില്ല. അത് ഞങ്ങളും ടീച്ചറും തമ്മിലുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ ഞാൻ ശരിയാക്കാം. അപ്പോൾ തൽക്കാലം നീ പോയിട്ട് വാ. ഓക്കെ, എന്തായാലും തരാം അപ്പച്ചി. ഓക്കെ. ആര് വരുന്നുണ്ടല്ലോ? ആരത്? അല്ല ചേട്ടാ, ചേട്ടൻ ഞാൻ എവിടെയൊക്കെ തിരഞ്ഞു. ചേട്ടനെടുത്ത ടിക്കറ്റില്ല ഇന്നലെ, അതില് 2ാം സമ്മാനം അടിച്ചിട്ടുണ്ട്. 30 ലക്ഷം രൂപ. 30 ലക്ഷം രൂപ അടിച്ചിട്ടുണ്ടാ? നുണ പറയരുതാ. നോക്കട്ടെ ഞാൻ. നോക്കട്ടെ, റിസൾട്ട് നോക്കട്ടെ. ആഹാ, 2ാം സമ്മാനം 30 ലക്ഷം രൂപ. 700-367 കലക്കി പൊരിച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും തകർക്കണം. എന്തായാലും 30 ലക്ഷം രൂപ 2ാം സമ്മാനം അടിച്ചിട്ടുണ്ടല്ലേ? അപ്പം പിന്നെ കുഴപ്പമില്ല. അത്യാവശ്യ സമയത്ത് തന്നെ വന്നിട്ടുള്ളത്. വസിയേ, അതേ നമുക്ക് കല്യാണത്തിന് പോകണമെന്ന് പറഞ്ഞില്ലേ? അത് നീ റെഡി ആയിക്കോ, സെറ്റപ്പ് ആയിക്കോ. നിനക്ക് എന്താ വെച്ചാൽ വേണ്ടെന്താ പറഞ്ഞോ. നമുക്ക് ഡ്രസ്സ് എടുക്കണം, പിള്ളേർക്ക് ഡ്രസ്സ് എടുക്കണം. അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നിൽക്കണം. പിന്നെ നമ്മുടെ മോള് PTA ഫണ്ടിൻ്റെ കാര്യം പറഞ്ഞിട്ടായിരുന്നു. ടീച്ചർക്ക് വിളിക്കട്ടെ. ഹലോ, ഞാൻ ഇർഫാനാൻ്റെ ഉപ്പച്ചിയാണ്. പിള്ളേരിൽ ഞാൻ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു PTA ഫണ്ടേ.
PTA ഫണ്ടും പിന്നെ യൂണിഫോമിൻ്റെ പൈസ എല്ലാം കൂടിയിട്ട് ഒരു 2500 രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എടുത്തിട്ടില്ല, അതുകൊണ്ട് വീട്ടിൽ വെച്ചിട്ട് പോയത്. അപ്പോൾ എന്താ ചെയ്യുക, നാളെ കൊടുത്തയച്ചാൽ മതിയാ? ആ ശരി, എത്ര രൂപ വരുന്നുള്ളതൊന്ന് കണക്ക് കൂട്ടി കൊടുത്തയക്കുന്നതായിരുന്നു കേട്ടോ. രണ്ടാളെയും കൂടി ചേർത്തിക്കോ. ഇർഫാൻ PI, അത് 6ാം ക്ലാസ്സിലാണ്, 6D, മോള് 9ാം ക്ലാസ് E-ലാണ്. രണ്ടാളെയും കൂടി ചേർത്തിട്ട് എത്രയാണെന്ന് വെച്ചാൽ പറഞ്ഞോ. അത് ഞാൻ അവിടെ കയ്യിൽ കാശ് കൊടുത്തതാ, പക്ഷെ അത് എടുക്കാൻ പറഞ്ഞാൽ തന്നെ. അപ്പോൾ മറക്കണ്ട, അത് ഇന്ന് തന്നെ ബില്ല് കൊടുത്തിട്ട് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതി കൊടുത്താൽ മതി. നാളെ ഞാൻ കൊടുത്തയക്കാട്ടാ. ആ ഓക്കെ ഓക്കെ ഓക്കെ. പണം നമുക്കൊരു വിഷയം ക്ലാസ്സല്ല, പക്ഷെ പണത്തിനാണ് വിഷയം.